ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് LP UP അതുപോലെ തന്നെ LDC എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻ എ കുറ്റ്യാടി, ഓപ്ഷൻ ബി ശബരിഗിരി, ഓപ്ഷൻ സി ബ്രഹ്മപുരം, ഓപ്ഷൻ ഡി പള്ളിവാസൽ. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ഓപ്ഷൻ ഡി പള്ളിവാസൽ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല. ഓപ്ഷൻ എ പത്തനംതിട്ട, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി ആലപ്പുഴ. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് ഓപ്ഷൻ ബി ഇടുക്കി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം. ഓപ്ഷൻ എ മിശ്രഭോജനം, ഓപ്ഷൻ ബി ചാന്നാർ ലഹള, ഓപ്ഷൻ സി വൈക്കം സത്യാഗ്രഹം, ഓപ്ഷൻ ഡി ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവമാണ് ഓപ്ഷൻ ഡി ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം. കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം. ഓപ്ഷൻ എ ദീപിക, ഓപ്ഷൻ ബി കേരള ദർപ്പണം, ഓപ്ഷൻ സി രാജ്യസമാചാരം, ഓപ്ഷൻ ഡി കേരള പത്രിക. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് ഓപ്ഷൻ സി രാജ്യസമാചാരം. അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ സിമൻസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ. മലബാർ സിമൻസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ. ഓപ്ഷൻ എ നാട്ടകം, ഓപ്ഷൻ ബി പുനലൂർ, ഓപ്ഷൻ സി വാളയാർ, ഓപ്ഷൻ ഡി ഷൊർണൂർ. മലബാർ സിമൻസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഓപ്ഷൻ സി വാളയാർ. അടുത്ത ക്വസ്റ്റ്യൻ, കോസി ജലവൈദ്യുത പദ്ധതി ഏതു സംസ്ഥാനത്താണ്. കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്. ഓപ്ഷൻ എ ഒറീസ, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി ബംഗാൾ, ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. കോസി ജലവൈദ്യുത പദ്ധതി വരുന്നത് ഓപ്ഷൻ ബി ബീഹാറിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം. ഓപ്ഷൻ എ ബാംഗ്ലൂരു, ഓപ്ഷൻ ബി മൈസൂർ, ഓപ്ഷൻ സി വിശാഖപട്ടണം, ഓപ്ഷൻ ഡി മദ്രാസ്. ഇതിൽ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണമാണ് ഓപ്ഷൻ എ ബാംഗ്ലൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം. ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം. ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ഹാൽഡിയ, ഓപ്ഷൻ സി മർമഗോവ, ഓപ്ഷൻ ഡി കണ്ടല. ഇതിൽ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് മർമഗോവ. ഓപ്ഷൻ സി മർമഗോവ. അടുത്ത ക്വസ്റ്റ്യൻ, സിൽവർ വിപ്ലവം എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സിൽവർ വിപ്ലവം എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ പാൽ, ഓപ്ഷൻ ബി പയറുവർഗ്ഗങ്ങൾ, ഓപ്ഷൻ സി മത്സ്യം, ഓപ്ഷൻ ഡി മുട്ട. സിൽവർ വിപ്ലവം വരുന്നത് മുട്ടയുമായി ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ ഡി മുട്ട. അടുത്ത ക്വസ്റ്റ്യൻ, കുളു താഴ്വര ഏതു സംസ്ഥാനത്താണ്. കുളു താഴ്വര ഏതു സംസ്ഥാനത്താണ്. ഓപ്ഷൻ എ ജമ്മു കാശ്മീർ, ഓപ്ഷൻ ബി സിക്കിം, ഓപ്ഷൻ സി മേഘാലയ, ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. കുളു താഴ്വര വരുന്നത് ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്. ഓപ്ഷൻ എ വിക്രം സാരാഭായ്, ഓപ്ഷൻ ബി ആൽബർട്ട് ഐൻസ്റ്റീൻ, ഓപ്ഷൻ സി വിൻസ്റ്റൺ ചർച്ചിൽ, ഓപ്ഷൻ ഡി CV രാമൻ. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ബി ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം. ഓപ്ഷൻ എ 1921, ഓപ്ഷൻ ബി 1910, ഓപ്ഷൻ സി 1911, ഓപ്ഷൻ ഡി 1920. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷമാണ് ഓപ്ഷൻ സി 1911. അടുത്ത ക്വസ്റ്റ്യൻ, ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്. ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്. ഓപ്ഷൻ എ ജയപ്രകാശ് നാരായൺ, ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്, ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ ഡി ബിപിൻ ചന്ദ്രപാൽ.
ഇതിൽ ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ജയപ്രകാശ് നാരായൺ. അടുത്ത ക്വസ്റ്റ്യൻ, സാരേ ജഹാം സെ അച്ച എന്നു തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ്? ഓപ്ഷൻ എ ഹിന്ദി, ഓപ്ഷൻ ബി ഗുജറാത്തി, ഓപ്ഷൻ സി ബംഗാളി, ഓപ്ഷൻ ഡി ഉറുദു. സാരേ ജഹാം സെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഉറുദു ഭാഷയിലാണ് വരുന്നത്. ഓപ്ഷൻ ഡി ഉറുദു. അടുത്ത ക്വസ്റ്റ്യൻ, UGC നിലവിൽ വന്ന വർഷം. UGC നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 1951, ഓപ്ഷൻ ബി 1952, ഓപ്ഷൻ സി 1953, ഓപ്ഷൻ ഡി 1950. ഇതിൽ 1953 UGC നിലവിൽ വരുന്നത്. ഓപ്ഷൻ സി 1953. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ചെയർമാൻ. നീതി ആയോഗിൻ്റെ ചെയർമാൻ. ഓപ്ഷൻ എ പ്രധാനമന്ത്രി, ഓപ്ഷൻ ബി ഓംബുഡ്സ്മാൻ, ഓപ്ഷൻ സി പ്രസിഡൻറ്റ്, ഓപ്ഷൻ ഡി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇതിൽ നീതി ആയോഗിൻ്റെ ചെയർമാനായിട്ട് വരുന്നത് ഓപ്ഷൻ എ പ്രധാനമന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി. ഇന്ത്യ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി. ഓപ്ഷൻ എ വിൽപ്പന നികുതി, ഓപ്ഷൻ ബി എക്സൈസ് നികുതി, ഓപ്ഷൻ സി തൊഴിൽ നികുതി, ഓപ്ഷൻ ഡി വാഹന നികുതി. ഇതിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഓപ്ഷൻ ബി എക്സൈസ് നികുതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി മൻമോഹൻ സിംഗ്, ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ഡി നരസിംഹ റാവു. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം. ഓപ്ഷൻ എ LIC ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ്, ഓപ്ഷൻ സി യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി നാഷണൽ ഇൻഷുറൻസ്. ഇതിൽ ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനമാണ് ഓപ്ഷൻ ബി ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? ഓപ്ഷൻ എ ഡെപ്യൂട്ടി സ്പീക്കർ, ഓപ്ഷൻ ബി ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ സി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി. ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് നൽകേണ്ടത് ഓപ്ഷൻ എ ഡെപ്യൂട്ടി സ്പീക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2006, ഓപ്ഷൻ സി 2004, ഓപ്ഷൻ ഡി 2003. ഇതിൽ വിവരാവകാശം നിലവിൽ വന്ന വർഷമാണ് ഓപ്ഷൻ എ 2005. അടുത്ത ക്വസ്റ്റ്യൻ, മലാല ദിനമായി ആചരിക്കുന്നതെന്ന്. മലാല ദിനമായി ആചരിക്കുന്നതെന്ന്. ഓപ്ഷൻ എ ജൂലൈ 17, ഓപ്ഷൻ ബി ജൂലൈ 12, ഓപ്ഷൻ സി ജൂലൈ 11, ഓപ്ഷൻ ഡി ജൂലൈ 13. ഇതിൽ ജൂലൈ 12, ഓപ്ഷൻ ബി ജൂലൈ 12 മലാല ദിനമായി ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം. ഓപ്ഷൻ എ രാഷ്ട്ര മഹിള, ഓപ്ഷൻ ബി അഖണ്ഡ ജ്യോതി, ഓപ്ഷൻ സി പ്രതിയോഗിതാ ദർപ്പൺ, ഓപ്ഷൻ ഡി സ്ത്രീ ശക്തി. ഇതിൽ ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം വരുന്നത് ഓപ്ഷൻ എ രാഷ്ട്ര മഹിള. രാഷ്ട്ര മഹിള. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം. ഓപ്ഷൻ എ ഇലക്ട്രോൺ, ഓപ്ഷൻ ബി പ്രോട്ടോൺ, ഓപ്ഷൻ സി ന്യൂട്രോൺ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ചാർജ് ഇല്ലാത്ത കണം, ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ഓപ്ഷൻ സി ന്യൂട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ. ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ഡാൾട്ടൺ, ഓപ്ഷൻ ബി ന്യൂലാൻഡ്സ്, ഓപ്ഷൻ സി മെൻഡലിയേവ്, ഓപ്ഷൻ ഡി മോസ്ലി. ഇതിൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് ഓപ്ഷൻ ഡി മോസ്ലി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും അലൂമിനിയത്തിൻ്റെ അയിര് തിരഞ്ഞെടുക്കുക. അലൂമിനിയത്തിൻ്റെ അയിര് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഹേമറ്റൈറ്റ്, ഓപ്ഷൻ ബി സിങ്ക് ബ്ലെൻഡ്, ഓപ്ഷൻ ഡി ബോക്സൈറ്റ്, ഓപ്ഷൻ ഡി കോപ്പർ പൈറൈറ്റ്സ്. ഇതിൽ അലൂമിനിയത്തിൻ്റെ അയിര് വരുന്നത് ഓപ്ഷൻ സി ബോക്സൈറ്റ്.
അടുത്ത ക്വസ്റ്റ്യൻ കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം. ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ സി സോഡിയം കാർബണേറ്റ്, ഓപ്ഷൻ ഡി സോഡിയം നൈട്രേറ്റ്. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ് ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? ഓപ്ഷൻ എ ഖരം, ഓപ്ഷൻ ബി പ്ലാസ്മ, ഓപ്ഷൻ സി ദ്രാവകം, ഓപ്ഷൻ ഡി വാതകം. നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. അടുത്ത ക്വസ്റ്റ്യൻ പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? ഓപ്ഷൻ എ മഞ്ഞ, ഓപ്ഷൻ ബി സിയാൻ, ഓപ്ഷൻ സി മജന്ത, ഓപ്ഷൻ ഡി നീല. പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമാണ് ഓപ്ഷൻ എ മഞ്ഞ. അടുത്ത ക്വസ്റ്റ്യൻ പ്രവൃത്തിയുടെ യൂണിറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ്. ഓപ്ഷൻ എ ന്യൂട്ടൺ, ഓപ്ഷൻ ബി ജൂൾ, ഓപ്ഷൻ സി ഫാരൻഹീറ്റ്, ഓപ്ഷൻ ഡി വാട്ട്. ഇതിൽ പ്രവൃത്തിയുടെ യൂണിറ്റാണ് ഓപ്ഷൻ ബി ജൂൾ. അടുത്ത ക്വസ്റ്റ്യൻ സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം. സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം. ഓപ്ഷൻ എ പ്ലൂട്ടോ, ഓപ്ഷൻ ബി യുറാനസ്, ഓപ്ഷൻ സി ശനി, ഓപ്ഷൻ ഡി ബുധൻ. ഇതിൽ സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹമാണ് ഓപ്ഷൻ എ പ്ലൂട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി. ഓപ്ഷൻ എ 10 ഹെർട്സിനും 1000 ഹെർട്സിനും ഇടയിൽ, ഓപ്ഷൻ ബി 20 ഹെർട്സിനും 10000 ഹെർട്സിനും ഇടയിൽ, ഓപ്ഷൻ സി 20 ഹെർട്സിനും 2000 ഹെർട്സിനും ഇടയിൽ, ഓപ്ഷൻ ഡി 20 ഹെർട്സിനും 20000 ഹെർട്സിനും ഇടയിൽ. അപ്പോൾ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയാണ് 20 ഹെർട്സിനും 20000 ഹെർട്സിനും ഇടയിൽ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 20 ഹെർട്സിനും 20000 ഹെർട്സിനും ഇടയിൽ. അടുത്ത ക്വസ്റ്റ്യൻ ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. ഓപ്ഷൻ എ പിറ്റ്യൂട്ടറി ഗ്രന്ഥി, ഓപ്ഷൻ ബി പാൻക്രിയാസ്, ഓപ്ഷൻ സി കരൾ, ഓപ്ഷൻ ഡി തൈറോയിഡ് ഗ്രന്ഥി. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് ഓപ്ഷൻ ബി പാൻക്രിയാസ്. അടുത്ത ക്വസ്റ്റ്യൻ ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഓപ്ഷൻ എ കണ്ണ്, ഓപ്ഷൻ ബി ചെവി, ഓപ്ഷൻ സി തലച്ചോർ, ഓപ്ഷൻ ഡി വൃക്ക. ഗ്ലൂക്കോമ ബാധിക്കുന്ന ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ കണ്ണ്, കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ഗ്ലൂക്കോമ. അടുത്ത ക്വസ്റ്റ്യൻ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏത്? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏത്? ഓപ്ഷൻ എ വിറ്റാമിൻ സി, ഓപ്ഷൻ ബി വിറ്റാമിൻ ബി, ഓപ്ഷൻ സി വിറ്റാമിൻ ഡി, ഓപ്ഷൻ ഡി വിറ്റാമിൻ എ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നത് ഓപ്ഷൻ സി വിറ്റാമിൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗമാണ്? ഓപ്ഷൻ എ ഹെപ്പറ്റൈറ്റിസ്, ഓപ്ഷൻ ബി ഹീമോഫീലിയ, ഓപ്ഷൻ സി അനീമിയ, ഓപ്ഷൻ ഡി സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗമാണ് ഓപ്ഷൻ ബി ഹീമോഫീലിയ. ഹീമോഫീലിയ. അടുത്ത ക്വസ്റ്റ്യൻ വായുവിൽ കൂടി പകരാത്ത രോഗം ഏത്? വായുവിൽ കൂടി പകരാത്ത രോഗം ഏത്? ഓപ്ഷൻ എ ആന്ത്രാക്സ്, ഓപ്ഷൻ ബി ചിക്കൻ പോക്സ്, ഓപ്ഷൻ സി ക്ഷയം, ഓപ്ഷൻ ഡി കോളറ. അപ്പോൾ ഇതിൽ കോളറയാണ് വായുവിൽ കൂടി പകരാത്ത രോഗം. കോളറ ജലത്തിലൂടെ പകരുന്ന രോഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം. കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം. ഓപ്ഷൻ എ ഹരിതശ്രീ, ഓപ്ഷൻ ബി ആജീവിക, ഓപ്ഷൻ സി ധനലക്ഷ്മി, ഓപ്ഷൻ ഡി ഹരിത കേരളം. ഇതിൽ ഹരിതശ്രീയാണ് കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം. ഹരിതശ്രീ. അടുത്ത ക്വസ്റ്റ്യൻ ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏത്? ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏത്? ഓപ്ഷൻ എ ചീര, ഓപ്ഷൻ ബി ക്യാബേജ്, ഓപ്ഷൻ സി കോളിഫ്ലവർ, ഓപ്ഷൻ ഡി പച്ചമുളക്. ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനമാണ് ഓപ്ഷൻ ബി ക്യാബേജ്. ഓപ്ഷൻ ബി ക്യാബേജ്. അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു?
കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ മടക്കത്തറ, ഓപ്ഷൻ ബി കുറ്റ്യാടി, ഓപ്ഷൻ സി പന്നിയൂർ, ഓപ്ഷൻ ഡി കണ്ണാറ. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി പന്നിയൂർ. അടുത്ത ക്വസ്റ്റ്യൻ, നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. ഓപ്ഷൻ എ സൈലൻറ്റ് വാലി, ഓപ്ഷൻ ബി തേക്കടി, ഓപ്ഷൻ സി ചിന്നാർ, ഓപ്ഷൻ ഡി നെയ്യാർ. ചിന്നാറാണ്, ഓപ്ഷൻ സി ചിന്നാറാണ് നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത്തായ് ഇത്തായ് എന്ന രോഗത്തിനു കാരണമായ മൂലകം. ഇത്തായ് ഇത്തായ് എന്ന രോഗത്തിന് കാരണമായ മൂലകം. ഓപ്ഷൻ എ കാഡ്മിയം, ഓപ്ഷൻ ബി ആഴ്സനിക്, ഓപ്ഷൻ സി മെർക്കുറി, ഓപ്ഷൻ ഡി കറുത്തീയം. കാഡ്മിയമാണ് ഇത്തായ് ഇത്തായ് എന്ന രോഗത്തിന് കാരണമായ മൂലകം. ഓപ്ഷൻ എ കാഡ്മിയം. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ചധികം ക്വസ്റ്റ്യൻസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.